നല്ലതായി. ഇത്രയും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷയിലും മറികടന്നുകൊണ്ട് സൂപ്പർ ഡൂപ്പറിലേക്ക് വന്നിരിക്കുന്നു. അതെ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഓഫ് ഡേ ആണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് ചെടികളെ ഒന്നും നോക്കണേ ഇല്ല. അപ്പോൾ അവരുടെയൊക്കെ അടുത്ത് പോയി വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ടെ. മഞ്ഞ് കാരണം കുറേ ചെടിയൊക്കെ പോയെങ്കിലും ഇതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ അപ്പടി പോയി. പക്ഷേ ഇവൻ പുനർജീവിച്ചിട്ടുണ്ട് ഈ ചെടി. അതിനെ കുറിച്ച് എന്നാ പറയണേ, അത് പോയതായിരുന്നു, പക്ഷേ ഇപ്പം ശരിയായി വന്നുണ്ട്. പിന്നെ ഈ ഒരു റോസ് അങ്ങനെ മുട്ടിട്ട് നിൽക്കുവാണ്, അത് പൂവാറായി. പിന്നെ ഈ ചെടിക്ക് മാത്രം പ്രത്യേകതയൊന്നുമില്ല, അതങ്ങനെ തന്നെ നിൽക്കണം, അതിന് പ്രത്യേക മാറ്റമൊന്നുമില്ല. തക്കാളിയൊക്കെ കംപ്ലീറ്റ് മഞ്ഞടിച്ച് പോയെങ്കിലും കുറച്ച് തക്കാളി എനിക്ക് കിട്ടി, ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാം തന്നെ പോയി, ഇനിയിപ്പോൾ ഒന്നുമില്ല. പിന്നെ 2 ബീൻസ് വെച്ചിട്ടുണ്ട്, അത് വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കണം, ഒരു ആരോഗ്യം ഉണ്ടെന്ന് തോന്നണം അതിന്. പിന്നെ കഴിഞ്ഞ വേറെ വീഡിയോയിൽ കാണിച്ച പോലെ ചെടികളൊക്കെ ഗ്രോ ബാഗിലാക്കിയായിരുന്നു. ഇന്നലെ പോയിട്ട് ഒരു പ്ലമ്മും കൂടി വാങ്ങിച്ചിട്ടുണ്ട്, ഇനി അതും ഗ്രോ ബാഗിലാക്കണം. പിന്നെന്താ, മുന്തിരിയുടെ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ വിൻ്റർ ആയതുകൊണ്ട് മയിലയെല്ലാം മഞ്ഞ കളറിൽ വന്നിട്ട് ചുവപ്പ് കളറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതങ്ങനെ. ഇത്രയൊക്കെയാണ് എൻ്റെ ഗാർഡൻ വിശേഷങ്ങൾ വിൻ്ററിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് ഞാൻ വിചാരിക്കുന്നത് കുറച്ച് കിവി പറിച്ച് അച്ചാറിടാമെന്നാണ്. അല്ലെങ്കിൽ ഇത് പഴുത്തു പോകും. ഇപ്പോൾ തന്നെ ഇത് നല്ല ഒരു എന്നാ പറയണേ, പഴുക്കാനുള്ള ഒരിതിൽ നിൽക്കുവാണ്. അപ്പോൾ ഇന്ന് പറിച്ച് അച്ചാറിടണം. മച്ച് കാട്ടിനകത്ത് കയറി പറിക്കണ്ടേ, ഇവിടെ നേരെ പാട്ടിന് സ്ഥലത്ത് നിൽപ്പുണ്ട്, എന്നിട്ട് വല്ല വീഴുവാൻ മറ്റേ ചെയ്തേക്കല്ലേ. കണ്ടോ കിവി, നാട്ടിലെന്നാ വില ഇതിന് ആണല്ലേ, ഭയങ്കര വില. കിവി ഇട്ടെന്തെങ്കിലും ഒന്ന് കറി വെക്കണം. കിവി മാങ്ങയ്ക്ക് പകരം ഇതേറ്റല്ലേ അല്ലേ, കിവി ഇട്ടിട്ട് ഉണക്കമീനും അല്ല മാങ്ങായും ഉണക്കമീനും അങ്ങനെ പോലെ കിവി ഇട്ടൊക്കെ വെക്കാം. കഴുകിയെടുത്തിട്ട് അരിയ കട്ടിംഗ് ബോർഡ് വേണോ അരിയാൻ? നമുക്ക് കട്ടിംഗ് ബോർഡ് പറ്റത്തില്ല, യൂഷ്വലി കൈ കൊണ്ട് അരിയുന്നത്. അമ്മച്ചിക്ക് നല്ല സ്പീഡുണ്ട് കേട്ടോ, എനിക്കാണെങ്കിൽ ഇതൊക്കെ സ്പീഡ് കിട്ടില്ല അരിയാൻ. പുളി നോക്കിയേ, പുളിയുണ്ട്, നല്ല പുളിയുണ്ട്. ഒയ്യോ, അപ്പോൾ നമ്മളിപ്പോൾ പറിച്ചത് നന്നായി. ഇച്ചിരി കഴിഞ്ഞെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് പണി കിട്ടിയേനെ. പുളിയുണ്ട്. ഞാനിവിടെ കുറച്ച് മാങ്ങ ഇരിപ്പുണ്ട്, അതിട്ടിട്ട് നേരെ ഇച്ചിരി പുളി കിട്ടൂലേ, ഇച്ചിരി പുളി ഉണ്ടാവും മാങ്ങ കൂടെ മിക്സ്. അത് എല്ലാം ആയി വരുമ്പോൾ പുളി ആകുമോ? പിന്നെ വേണമെങ്കിൽ പിന്നെ ചെയ്യാം അല്ലേ. നമുക്ക് നല്ല ഇച്ചിരി കുറവുണ്ടെങ്കിൽ വിനാഗിരി ഒഴിക്കാം. അങ്ങനെ ചെയ്യാം. മാങ്ങ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊളിക്കാം, മിക്സ് ചെയ്യാം അല്ലേ. മിക്സ് ചെയ്ത് അവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ആക്കിയെടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇരിക്കട്ടെ കുറച്ച് നേരം അല്ലേ. ഇരിക്കട്ടെ, തുടങ്ങിയേക്കാം. കടയിടട്ടെ ഇട്ടു. ഇഞ്ചിയല്ലേ ആദ്യം ഇടണേ? ഇഞ്ചി ഇടട്ടെ. അമ്മച്ചി നാട്ടിൽ വെളിച്ചെണ്ണയാണോ ഉപയോഗിക്കണേ അതോ നല്ലെണ്ണ? അച്ചാറിടാൻ നല്ലെണ്ണ ഉപയോഗിക്കണേ അല്ലേ? കരിയാപ്പില ഇടാറായോ? കഴിയട്ടെ, ശകലം കാന്താരി ഇട്ടു. കാന്താരി എടുത്തു. ഉണങ്ങിയിട്ടുണ്ട്. മേടിച്ചാണ് ഇവിടുന്ന്? അല്ല, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഉണങ്ങിയ സാധനം. ഞാനരിഞ്ഞ വെളുത്തുള്ളി എല്ലാം കൊണ്ടം പോലെ വെളുത്തുള്ളി നടുവേ പൊളന്നത് കാന്താരി ഇട്ടു. മതിയോ? അത് മതി അമ്മച്ചി, അല്ലെങ്കിൽ പിന്നെ നമുക്ക് മുളക് പൊടി ഇട്ടൊരു കൊഴുപ്പാവില്ല.
കരിയാപ്പല ഇട്ടെ ആയി. ഇനി മഞ്ഞപ്പൊടി ഇടണോ? മഞ്ഞപ്പൊടി ഇട്ടാൽ മഞ്ഞ ഇതിനകത്ത് ഇട്ടില്ലേ, വേണേ ഒരു ശകലം കൂടെ ഇടാം. അത് ഇച്ചിരി അല്ലേ ഉള്ളൂ. ഇത് കാശ്മീരി ആണോ മഞ്ജു? കാശ്മീരിയാ. ചൂട് വേണ്ടേ? പിന്നെ ഇത്രയും സാധനം ഇല്ലേ. ഇനി നമ്മൾ വിനാഗിരിയൊക്കെ ഒഴിക്കുവാണെങ്കിൽ അതങ്ങ് പൊക്കോളും എരിവേ. ഇട്ടോ നോക്കാം. കിട്ടും. ആവശ്യത്തിനടുത്തോ. കായപ്പൊടിയുടെ ഒരു ടേസ്റ്റായി അച്ചാറിന് ശരിക്കും അല്ലേ. വേണം നന്നായിട്ട്. ഇളക്കിക്കേ മതിയാവോ? ഇച്ചിരി കൂടെ ചൂട് വേണം. ചീത്തയാവാതെ ഇരിക്കുകയും ചെയ്തോളാം. ഇനി ഒന്ന് ഇളക്കിയിട്ട് ബാക്കി ഒന്ന് നോക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ വെള്ളം കൂടെ ഇറങ്ങുമ്പോൾ കറക്റ്റ് ആയിരിക്കും തോന്നുന്നു. ഉപ്പുണ്ട്, എരിവുണ്ട്. എരിവുണ്ട്, ഉപ്പുണ്ട്. ഇച്ചിരി പുളിയും കൂടെ വേണം. ഇച്ചിരി പുളിയും കൂടെ വേണം അല്ലേ. ഇനി നോക്കാം. ഇനി നോക്കിക്കേ ഉപ്പും പുളിയും. ഇച്ചിരി ഉപ്പൂടെ ഇടാം, കായോ ഇടാം. ഇച്ചിരി കായ ഇടാം നന്നായിട്ട്. കായ നല്ലോണം വേണം. ടേസ്റ്റ് ഇറങ്ങത്തുള്ളൂ. കായ നല്ലോണം ഇടണം. ഞാൻ എപ്പോഴും അച്ചാർ നല്ലോണം കായ ഇടണം. കിവി അച്ചാർ ആദ്യമായിട്ട് അമ്മച്ചിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള? പക്ഷെ നമ്മൾ ഇട്ടപ്പോ നല്ലതാണ്. നല്ലതാ. ഇത്രയും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷയിലും കൂടുതലായി മറികടന്നുകൊണ്ട്. സൂപ്പർ ഡൂപ്പറിലേക്ക് അതെ. അമ്മച്ചി മഞ്ജു അച്ചാറിടാന്ന് പറഞ്ഞ് വിളിച്ചപ്പോ അമ്മച്ചിക്ക് ഒരു ചെറിയ സന്ദേഹമായിരുന്നു എന്നാ കിവി അച്ചാർന്ന്. മാങ്ങ നമ്മളെ നാട്ടുമാങ്ങായ വെല്ലുന്ന അച്ചാറായി. അതെ അതെ. ഓക്കെ, അപ്പൊ നമ്മുടെ അച്ചാർ മഹാമേള ഇവിടെ നമ്മള് തീർക്കുവാണ്. അങ്ങനെ അച്ചാർ റെഡി. നല്ലതാ. നമ്മൾ പ്രതീക്ഷ പോലെയല്ല. ഇച്ചിരി എനിക്കും കാര്യം പറഞ്ഞോണ്ടല്ലോ എനിക്കൊരു ചെറിയ അതെന്നാന്നറിയാവോ വരുവോന്ന് തന്നെ. അപ്പൊ ശരി, ബൈ ബൈ. ഞങ്ങളുടെ അച്ചാർ റെഡി. അതെ.